പെങ്ങളെന്നെ വലച്ചതാ, നഫ്സെന്നെ ഉന്തി തള്ളിവിട്ടു ജപിച്ചതാ, അല്ലാതെ ധിക്കരിച്ചല്ല റബ്ബേ നിന്നെ, അതുകൊണ്ട് ആട്ടരുതിലാകെ എന്നെ. അസ്മാഉൽ ഹുസ്ന പറഞ്ഞിട്ട് എഴുന്നേറ്റ് നിന്നിട്ട് പറയണമല്ലോ, നീ എന്റെ യജമാനനോ, ഞാൻ നിന്റെ അടിമയോ, ഞാൻ നിന്റെ അടിമയോ, നിന്റെ മുന്നിൽ യാചിക്കാമെന്നവനാണ് തമ്പുരാന്. പടച്ചവനെ, നിന്നെക്കാല് പൊറുക്കുന്ന ഒരാളും ഈ ലോകത്തില്ല അല്ലാ. നീ കാരുണ്യമാനോ, നീ ദയാലുവോ, നിന്റെ അടിമയുടെ കണ്ണ് നിറയുന്നത് നിനക്ക് ഇഷ്ടമല്ല തമ്പുരാന്. ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ ചെയ്തു, എല്ലാം എന്റെ ശരീരം എന്നെ പിടപ്പിച്ചതാ തമ്പുരാന്, എന്നെ ശൈത്താൻ നശിപ്പിച്ചതാണ് തമ്പുരാന്. അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലോ, വികാരം കൊണ്ട് ചെയ്തതല്ലോ, എല്ലാ പുറത്തു തരുടെയും അസ്മാഉൽ ഹുസ്ന പറഞ്ഞിട്ട് ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും ദുനിയാവിലെ ഈ സ്വർഗത്തിൽ കുടിച്ചു മൂടിയിട്ട് വേണം നമുക്ക് പിരിയാ. അല്ലാഹു അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് തൗബയുടെ ദിവസമാണ്, ഇന്ന് ദുആഇന്റെ ദിവസമാണ്. ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും ഇവിടെ കഴുകിക്കളഞ്ഞാൽ അല്ലാഹു പുറത്തു തരുമെന്ന് അല്ലാഹു തന്നെ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു പറഞ്ഞു, എന്റെ അടിമ എന്ത് പാപം ചെയ്താലും എന്നോട് ചോദിക്കാൻ പറ. നബിയോട് പറഞ്ഞു കൊടുത്തു. അവര് ചോദിക്കും അല്ല എവിടാണെന്ന്, നബിയോട് ചോദിക്കും അല്ല എവിടാണെന്ന് ചോദിക്കുമ്പോൾ പറയണം, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅാനി ഫല്യസ്തജീബു ലി. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്. അവർ ചോദിക്കും, നബിയെ ഞാൻ വിളിച്ചാൽ എവിടെ ഇരിക്കുന്നു, അല്ലെങ്കിൽ അല്ല എവിടെ ഇരിക്കുന്നു, അവർ ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കണം, ഈ കണ്ണിന്റെ നരമ്പുണ്ടല്ലോ, ഈ കണ്ണിന്റെ നരമ്പ് മനിലേക്ക് അടുത്തിരിക്കുന്നതിനേക്കാൾ ഞാൻ അടുത്തുണ്ട്, എന്നോട് ചോദിക്കാൻ പറ നബിയെ, ഞാൻ പുറത്തു കൊടുക്കാമെന്ന് അല്ലാഹു തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് യൂനുസ് നബി കടലിന്റെ ഉള്ളറയിൽ കടന്ന് മീനിന്റെ വയറ്റിൽ കിടന്നിട്ട് ഒരൊറ്റ ദിക്റേ പറഞ്ഞുള്ളൂ, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഈ ദിക്ർ പറഞ്ഞതുകൊണ്ടാ യൂനുസ് നബി മീനിന്റെ വയറ്റിൽ നിന്ന് കരയിലേക്ക് കയറിയത്. ഇല്ലെങ്കിൽ ഖിയാമത്ത് നാൾ വരെ അവിടെ കടക്കേണ്ടി വരുമായിരുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മുടെ ഈ സദസ്സ് കബൂലാക്കുമാറാകട്ടെ. അപ്പൊ ദുആ ചെയ്യണം. നമ്മളൊക്കെ ആണെങ്കിൽ ഒരുപാട് കാലം കൊണ്ട് ദുആ ചെയ്യുന്നുണ്ട്. വെറുതെ ദുആ ചെയ്ത് സ്വീകരിക്കൂല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വെറുതെ അങ്ങോട്ട് നിന്നിട്ട് കടന്ന് എന്തെങ്കിലുമൊക്കെ കാണിച്ച അല്ലാഹു ദുആ സ്വീകരിക്കൂല. ദുആ ചോദിക്കേണ്ടതുപോലെ ചോദിക്കണം. ഒരു മനുഷ്യന്റെ ദുആ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ 6 കാര്യങ്ങൾ നേരെയായാലേ അവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ചുമ്മാതെ തലകുത്തി കിടന്നിട്ട് നീ കഅബയുടെ കില്ല പിടിച്ചിട്ട് കരഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. ചോദിക്കേണ്ടതുപോലെ ചോദിക്കണം. 6 കാര്യങ്ങൾ സൂക്ഷിച്ചിട്ട് ദുആ ചെയ്താലേ നിന്റെ ദുആയ്ക്ക് ഇജാബത്തുള്ളൂ, അല്ലാഹു കേൾക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ അത് തള്ളപ്പെടും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യണം. എങ്ങനെ ഇൻഷാ അല്ലാഹ് ദുആ ചെയ്താൽ ഇന്നത്തെ സദസ്സിലെ ദുആ അല്ലാഹു സ്വീകരിക്കൂലേ? സ്വീകരിക്കൂലേപ്പാ? ഇതപ്പോ ഒരു പിണക്കം സ്വീകരിക്കോ ഇല്ലേ? ഉറപ്പുള്ളവരൊക്കെ കൈപൊക്കി. ഇന്നത്തെ ദുആ അല്ലാഹു, നീ എന്തിനാ മോനെ നിക്കണേ, ഈ ചങ്ങാതി നിൽക്കണം, ഒരു കസേരയിട്ട് കൊടുപ്പാ, പുറകിരിക്കണം, ഓ നിൽക്കണാണ് എനിക്ക് സങ്കടം, ഞാൻ നിന്നോളാം, നീരുന്നോ പെട്ടെന്നിരുന്ന അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. കൈപൊക്കാൻ പറഞ്ഞപ്പം പലരും പൊക്കിയില്ല. പൊക്കാത്തവനെ ഇപ്പം ഞാൻ മറുപടി തരാം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തൊരു മനുഷ്യനെ കൊണ്ടുവരും. എന്നിട്ട് നോക്ക്, ബക്കറ്റ് പിരിവിന് എഴുതി തന്നിട്ടുണ്ട്, ഇപ്പോഴേ വേണോ അത്? നിങ്ങളൊക്കെ ഉണ്ടല്ലോ, അൽഹംദുലില്ലാ. നിങ്ങള് ഹുബ്ബുർ റസൂൽ കഴിഞ്ഞ് പോയത് എന്താ കാണുന്നത്? അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ മുന്നിൽ നാളെ പരലോകത്തൊരു മനുഷ്യനെ കൊണ്ടുവന്നു. ആ മനുഷ്യനെ കൊണ്ടുവന്ന സമയത്ത് അള്ളാഹു ആ മനുഷ്യന്റെ അമലുകളൊക്കെ നോക്കി, ഒന്നുമില്ല, പോരാന്ന് പറഞ്ഞ് നരകത്തിലോട്ട്.
മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, നാളെ പരലോകത്തൊരു മനുഷ്യനെ കൊണ്ടുവന്നു. ആ മനുഷ്യന്റെ ജീവിതത്തിൽ നന്മയെന്ന് പറയാൻ ഒന്നുമില്ല. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഈ മനുഷ്യനെ നരകത്തിൽ കൊണ്ടുപോകാൻ. അങ്ങനെ മലക്കുകൾ ഈ മനുഷ്യനെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ പറയുമ്പോൾ ആ മനുഷ്യനെ ഇങ്ങനെ നരകത്തിലേക്ക് വലിച്ചിടച്ചു കൊണ്ടുപോകുമ്പോ ഇവ അള്ളാനെ ഒന്ന് തിരിഞ്ഞു നോക്കി. ഇവൻ അള്ളാനെ ഒന്ന് തിരിഞ്ഞു നോക്കി. അള്ളാഹുവിനെ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട് ഇവനൊന്ന് കരഞ്ഞു. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് ചോദിച്ചു, അവിടെ നിന്ന് ചോദിച്ചു, എന്തിനാടാ എന്നെ നോക്കുന്നേ, എന്തിനാ എന്നെ നോക്കി കരയുന്നേ? ആ സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞു, യാ റബ്ബി തദ്കിറു ഖൗലക, അല്ലാഹുവേ നിന്റെ ഖുർആനിലെ ഒരു വാചകം എനിക്ക് ഓർമ്മ വന്നു തമ്പുരാനെ. നിന്റെ ഖുർആനിലെ പരിശുദ്ധമായ ഖുർആനിലെ ഒരു വാചകം എനിക്ക് ഓർമ്മ വന്നു തമ്പുരാനെ. അതുകൊണ്ടാണ് ഞാൻ നിന്നെ നോക്കിയിട്ട് കരഞ്ഞതെന്ന് പറയുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചു, നിനക്ക് ആ ഓർമ്മ വന്ന ആയത്തേതാ? എന്റെ ഖുർആനിലെ ഏത് വാചകമാണ് നിനക്ക് ഓർമ്മ വന്ന് ചോദിക്കുമ്പോ റബ്ബുൽ ഗഫൂറുർ റഹ്മാൻ, നീ ഗഫൂറാണ് റഹീമാണ് എന്ന പരിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്ത് എനിക്ക് ഓർമ്മ വന്നു. അതുകൊണ്ടാണ് ഞാൻ നിന്നെ നോക്കിയിട്ട് കരഞ്ഞതെന്ന് പറയുമ്പോ അല്ലാഹു മലക്കുകളോട് പറയുന്നു, അവനെ വലിച്ചിടച്ചു കൊണ്ടുപോകാൻ, അവനെ നരകത്തിലേക്ക് വലിച്ചിടച്ചു കൊണ്ടുപോകാ. അതാ മലക്കുകൾ ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. അതാ നരകത്തിന്റെ മുന്നിലെത്തുന്നതാ മധ്യഭാഗത്തെത്തുമ്പോ പിന്നെയും ആ മനുഷ്യൻ അല്ലാഹുവിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുകയാ. അപ്പോഴും അല്ലാഹു ചോദിച്ചു, എന്തിനാടാ നീ എന്നെ നോക്കിയിട്ട് കരയുന്നത്? ആ സമയത്ത് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാ. അല്ലാഹുവിനോട് പറയുന്നു, യാ റബ്ബി തദക്കർതു ഖൗലക, നിന്റെ ഖുർആനിലെ ഒരു വാചകം എനിക്ക് ഓർമ്മ വന്നു തമ്പുരാനെ. അല്ലാഹു ചോദിച്ചു, ഏത് വാചകമാണ്? വമയ്യഗ്ഫിറു ദുനൂബി ഇല്ലല്ലാഹ്, എത്ര വലിയ പാപം ചെയ്താലും നീ പുറത്തു തരുന്നവനാണെന്നുള്ള ഖുർആനിന്റെ വാചകം എനിക്ക് ഓർമ്മ വന്നു. അതുകൊണ്ടാണ് നോക്കിയതെന്ന് പറയുമ്പോ അല്ലാഹു മലക്കുകളോട് പറയുന്നവനെ നരകത്തിലേക്ക് വലിച്ചെറിയാ. അവസാനം അവന്റെ നരകത്തിന്റെ മുന്നിൽ കണ്ടു ചെല്ലുമ്പോ നരകത്തിന്റെ വാതിലിന്റെ മുന്നിൽ നിന്നിട്ട് ആ മനുഷ്യൻ പിന്നെയും തിരിഞ്ഞിങ്ങനെ നോക്കിയിട്ട് കരയുകയാ. അല്ലാഹു ചോദിച്ച്, എന്തിനാടാ എന്നെ നോക്കിയിട്ട് കരയുന്നത്? അല്ലാഹുവേ വിശുദ്ധ ഖുർആനിലെ ഒരു വാചകം എനിക്ക് ഓർമ്മ വന്നു അല്ലാ, അതുകൊണ്ടാണ് നോക്കിയതെന്ന് പറയുമ്പോ ഏതാടടാ നിനക്ക് ഓർമ്മ വന്ന ആയത്ത്? യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. സ്വന്തം ശരീരങ്ങളോട് എത്ര വലിയ അക്രമം പ്രവർത്തിച്ചവരാണെങ്കിലും നബിയേ അവരോട് എന്നോട് ചോദിക്കാൻ പറ നബിയേ, എത്ര വലിയ പാപം ചെയ്തവനാണെങ്കിലും ഞാൻ പുറത്തു കൊടുക്കുന്നവനാണെന്നുള്ള ഖുർആനിന്റെ ആയത്ത് ഓർമ്മ വന്നിട്ട് നോക്കിയതാണെന്ന് പറയുമ്പോ അല്ലാഹു മലക്കുകളോട് പറയുന്നു, അവനെ വിടാതെ അതാ നരകത്തിന്റെ മുന്നിലേക്ക് നരകത്തിൽ വലിച്ചെറിയാൻ കൊണ്ടുപോയവനെ അല്ലാഹു തിരിച്ചു വിളിക്കുകയാ. അല്ലാഹു തിരിച്ചു വിളിച്ചിട്ട് പറയുന്നു, ഈ സ്വർഗമുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ദുനിയാവും അതിന്റെ 10 ഇരട്ടി വലിപ്പമുള്ള ഒരു സ്വർഗം ഞാൻ നിനക്ക് തരികയാ. എന്തിനാണെന്നറിയുമോ? എന്നെ കൊണ്ട് പ്രതീക്ഷ വെച്ചതിന്റെ പേരില്, അല്ലാഹുവിനെ കൊണ്ട് പ്രതീക്ഷ വെച്ചതിന്റെ പേരില് അല്ലാഹു ആ മനുഷ്യന് സ്വർഗം കൊടുത്തെന്ന് പ്രവാചകൻ അവിടെ പറഞ്ഞു തരുമ്പോ, സഹോദരാ ദുആ ചെയ്താ സ്വീകരിക്കണോ? വെറുതെ ചെയ്താ പോരാ, വെറുതെ തൗബ ചെയ്താ പോരാ, നിസ്കരിച്ചിട്ട് കിടന്ന് കരഞ്ഞാ പോരാ. സദഖ ചെയ്തിട്ട് ദുആ ചെയ്യുന്നവരുണ്ട്, സുജൂദിൽ കിടന്ന് കരയുന്നവരുണ്ട്, തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ദുആ ചെയ്യുന്നവരുണ്ട്. എങ്കിലൊരു മനുഷ്യന്റെ തൗബ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ റസൂലുള്ളാഹി പറയുകയാ, 6 നിയമങ്ങളുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യന്റെ ദുആ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ വെറുതെ സ്വീകരിക്കൂല. എത്ര നിയമം?
എത്ര നിയമം? 6 നിയമങ്ങൾ പാലിച്ചിട്ട് ദുആ ചെയ്താലേ അവന്റെ തൗബ അല്ലാഹു സ്വീകരിക്കൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. നമുക്ക് പഠിക്കാൻ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഈ 6 കാര്യങ്ങൾ സൂക്ഷിച്ചിട്ട് ദുആ ചെയ്താൽ ദുആ സ്വീകരിക്കും. നിന്റെ ദുആ അല്ലാഹു സ്വീകരിച്ചോ എന്നറിയാൻ, ഒരാളുടെ ദുആ അല്ലാഹു സ്വീകരിച്ചോ എന്നറിയാൻ 8 അടയാളമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരാൾ ദുആ ചെയ്തു, ഈ ചെയ്ത ദുആ അല്ലാഹു സ്വീകരിച്ചോ എന്നറിയാനുള്ള വഴിയുണ്ട്. 8 അടയാളങ്ങളുണ്ട്. ആ 8 അടയാളങ്ങൾ ഉണ്ടെങ്കിൽ നീ ചെയ്ത കാര്യം അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. 6 പറയാൻ പറ്റി. ഇപ്പൊ തന്നെ 10:45 കഴിഞ്ഞു. ഇനി 1 മണിക്കൂറേ ഉള്ളൂ. ഈ 1 മണിക്കൂറിന്റെ ഉള്ളിൽ 6 പറഞ്ഞു തീർക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. 6 പറയാം ഇൻഷാ അല്ലാഹ്. ബാക്കി 8 അടയാളം അടുത്ത സദസ്സിൽ എവിടെങ്കിലും വെച്ച് പറയാം. ഒരാളുടെ തൗബ അല്ലാഹു സ്വീകരിച്ചെങ്കിൽ 8 അടയാളം. ഇവിടെ പരിസരത്തെ കണ്ടൊരു പടി വേണ്ടല്ലോ. ഇപ്പൊ തസ്ലീം എന്താ പള്ളത്തൂരോ? നിങ്ങളിതെല്ലാം കണ്ണെടുത്തി എഴുതി വെച്ചാൽ എനിക്കിങ്ങനെ അറിയാനാ. അപ്പൊ അൽഹംദുലില്ലാ, അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഒരു മനുഷ്യന്റെ ദുആ. നിങ്ങൾ ഇരിക്കൂലേ? ഇപ്പൊ ഒരു പിണക്കം എന്താ? എടാ, ഇത് വായിക്കണമെങ്കിൽ എനിക്ക് മലയാളം അറിയണം. ഈ സ്ഥലപ്പേര് തന്നെ വായിക്കണമെങ്കിൽ ഇത്തിരി പാടാം. എന്നാടാ 29-ാം തീയതി. എന്താ സ്ഥലപ്പേരെന്താ? പള്ളത്തൂർ. നീ എന്താ വേർക്കണത്? ഒരുപാട് വേർക്കും കേട്ടോ. ഒരു മനുഷ്യന്റെ ദുആ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ, ഒരു മനുഷ്യന്റെ തൗബ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ 6 നിയമങ്ങളുണ്ട്. അത് പാലിച്ചുകൊണ്ട് ദുആ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കൂ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. വിഷമമൊന്നും ഇല്ലല്ലോ, പിണക്കൊന്നും ഇല്ലല്ലോ എന്നോട്? ചൊടിയുണ്ടാ? ഉണ്ടാർക്കെങ്കിലും? നിങ്ങൾക്ക് ആർക്കും ഞാൻ 5 നയാ പൈസ തരാനില്ലല്ലോ, പിന്നെ എന്തിനാ ചൊടിക്കണേ? നമ്മൾ തമ്മിൽ എന്തെങ്കിലും ബാധ്യത ഉണ്ടോ? ഹക്കടപാടുണ്ടോ? ഒന്നുമില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മരിക്കുന്നതിന് മുമ്പ് ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഹജ്ജ് ഉംറയൊക്കെ ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. എനിക്കാണെങ്കിൽ എൻ്റെ ഫാമിലി ആയിട്ട് ഉംറ പലരും ഡേറ്റ് ചോദിക്കുന്നുണ്ട്. കൊടുക്കായില്ലപ്പ. ഞാനൊന്ന് ഉംറയ്ക്ക് പോകണം എൻ്റെ മോനെയും കൊണ്ട്, എൻ്റെ ഭാര്യയും മക്കളെയും കൊണ്ട്. എനിക്ക് ഇൻഷാ അല്ലാഹ് മാർച്ച് മാസം അവസാനം ഉംറയ്ക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഇവിടെ കാസർഗോഡുള്ള ഒരു ഗ്രൂപ്പിലാ പോണേ. കമ്മീഷനൊന്നും ഇല്ല. ആരും കണ്ടൊക്കെ കൂടിക്കോണം കേട്ടോ. കമ്മീഷൻ പണി തരുന്നില്ല. എന്തെങ്കിലും ഉണ്ടെ കൂടിക്കോണം. അല്ലെങ്കിൽ എവിടെയെങ്കിലും ആരെയൊക്കെ എൻ്റെ ഗ്രൂപ്പിൽ വരണം നിർബന്ധം എൻ്റെ ഒന്നും അല്ല. ഞാൻ പോണ ഗ്രൂപ്പിൽ വരണം നിർബന്ധമൊന്നുമില്ല. അത് പറഞ്ഞാൽ ഞങ്ങൾക്ക് കമ്മീഷൻ ഉണ്ട്. നിർബന്ധമില്ല. എല്ലാവരും മരിക്കുന്നതിന് മുമ്പ് മക്കത്ത് പോകണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. പോകണ്ടേ? പോണോ? അങ്ങനത്തെ ഒരു മടി കാണിക്കട്ടെ. പറ മനുഷ്യ, പോണോ? ഉറക്ക ഇൻഷാ അല്ലാഹ് പറ. അല്ലാഹു ഇൻഷാ അല്ലാഹ് പറഞ്ഞവരെ മൊത്തം നീ അവിടെ എത്തിക്കണേ തമ്പുരാനെ. പറയാത്തവനെ ഒരവസരം കൂടെ തരാം. ഒന്ന് ഇൻഷാ അല്ലാഹ് പറഞ്ഞേ. ഇനി പറയാത്തവന്റെ കാര്യത്തിൽ അള്ളാഹിനെ തീരുമാനിക്കട്ടെ. ഞാൻ എന്താ പറയാ? ഓനങ്ങനാണല്ലോ. ശൈത്താനെക്കാളും വലിയ ശൈത്താന്മാരുണ്ട്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു മനുഷ്യന്റെ ദുആ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ അല്ലാഹുവിന്റെ മുന്നിൽ കരങ്ങൾ ഉയർത്തിയിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നവരെ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു മനുഷ്യന്റെ തൗബ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ ഒന്നാമത്തെ കണ്ടീഷൻ എന്തെന്നറിയുമോ? വമാ ഉമിറൂ إلا ليعبدوا الله مخلصين. ദുആ എന്ന് പറഞ്ഞാൽ ഇബാദത്താണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പെട്ടെന്ന് പറയുന്നുണ്ട്, ദുആ എന്ന് പറഞ്ഞാൽ ഇബാദത്താണ്. അതാ വമാ ഉമിറൂ ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീൻ. ഒരു മനുഷ്യന്റെ തൗബ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ, ഒരു മനുഷ്യന്റെ ദുആ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ ഒന്നാമത്തെ കണ്ടീഷൻ എന്തെന്നറിയോ? അവന് ഇഖ്ലാസ് ഉണ്ടാകണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഒന്നാമത്തെ നിയമം എന്തെന്നറിയുമോ? ഇഖ്ലാസോടുകൂടി ദുആ ചെയ്താലേ അല്ലാഹു സ്വീകരിക്കൂ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാതെ എത്ര കടന്ന് വിളിച്ച് കരഞ്ഞിട്ടും കൂവിയിട്ടും കാര്യമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, സുജൂദിൽ കിടന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. ഇഖ്ലാസോടുകൂടി
മനസ്സോടുകൂടി ദുആ ചെയ്താലേ സ്വീകരിക്കൂ. ദുആ ചെയ്യുന്നതിന് ചില മര്യാദകളുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, റസൂലുള്ളാഹി പറയുന്ന സ്വഹാബ, ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് നോക്കുമ്പോ ഒരു മനുഷ്യനെ ശബ്ദമുയർത്തി കേട്ട് കടന്നു വിളിച്ചുകൂടി കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. അല്ലാഹുവേ കരഞ്ഞു വിളിച്ചുകൊണ്ട് ഇങ്ങനെ ദുആ ചെയ്യുകയാ. ആ മനുഷ്യനോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, മനുഷ്യ, കേൾവിയില്ലാത്തവനോടല്ല നീ കടന്ന് വിളിച്ചു പോകുന്നത്, കണ്ണിന് കാഴ്ചയില്ലാത്തവനോടല്ല നീ ചോദിക്കുന്നത്, കണ്ണിന് കാഴ്ചയുള്ളവനോടാണ്, ചെവി കേൾക്കുന്നവർ റബ്ബിനോടാ നീ ദുആ ചെയ്യുന്നത്. അതുകൊണ്ട് നീ നിന്റെ ശബ്ദം താഴ്ത്തിയിട്ട് ദുആ ചെയ്യണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ഒരു മനുഷ്യൻ ദുആ ചെയ്യുമ്പോ ഒരുപാട് വിളിച്ചു കൂവിയിട്ടും ദുആ ചെയ്യാൻ പാടില്ല, അതുപോലെ ശബ്ദം താഴ്ത്തിയിട്ടും ദുആ ചെയ്യാൻ പാടില്ല. രണ്ടിന്റെയും മധ്യത്തിലെ ദുആ ചെയ്യാവൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ കടന്നിങ്ങനെ വിളിച്ചു കൂവല, അല്ലോ അല്ലോ അല്ലോ, വേണ്ട മോനെ വേണ്ട, ഇഖ്ലാസ് ഉണ്ടാകില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. നീ ആരോടാ ദുആ ചെയ്യണേ? ചെവി കേൾക്കണം അല്ലാഹുവിനോടല്ലേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കുമ്പോൾ വിളിച്ചു കൂവി കരഞ്ഞു ദുആ ചെയ്യുന്ന ഒരാളോട് ചേട്ടാ നീ പൊട്ടനോടൊന്നുമല്ല ദുആ ചെയ്യണം, അല്ലാഹുവിന്റെ ചെവി കേൾക്കും, അല്ലാഹുവിന്റെ കണ്ണ് കാണാം, നീ ഇങ്ങനെ നടന്ന് വിളിച്ചു കൂവണ്ട. അതുകൊണ്ട് വലിയ ശബ്ദത്തിൽ വിളിച്ചു കൂവി ദുആ ചെയ്യരുത്, ഇഖ്ലാസ് നഷ്ടപ്പെട്ടു പോകും. മനസ്സിന്റെ സാന്നിധ്യം, അല്ലാഹുവിനോടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോകും. അതുപോലെ പതുക്കെയും ചെയ്യരുത്. പതുക്കെ ചെയ്താൽ എന്ത് ചെയ്യും? മനുഷ്യന്റെ ശ്രദ്ധ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് രണ്ടിന്റെയും മധ്യത്തിൽ വേണം ദുആ ചെയ്യാൻ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഇഖ്ലാസോടുകൂടി ദുആ ചെയ്യണം. ഇഖ്ലാസോടുകൂടി. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താ? ചരിത്രത്തിൽ കാണാം, ഒരു മനുഷ്യൻ നോക്കുമ്പോ ഒരു മരം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആൾക്കാർ മുഴുവനും മരത്തിനെ ആരാധിക്കാൻ തുടങ്ങി. മരത്തിനെ മുഴുവനും ആരാധിക്കുന്നത് കണ്ടപ്പോ ഈ മനുഷ്യന് സഹിച്ചില്ല. അല്ലാഹുവേ, മുസ്ലിമായ ഈ മനുഷ്യൻ ഒരു കോടാലി എടുത്തോണ്ട് പോയിട്ട് ഈ മരം വെട്ടാൻ വേണ്ടി പോവാ. മരം വെട്ടിമുറിക്കുന്നതിന് വേണ്ടി കോടാലിയും എടുത്തോണ്ട് അങ്ങോട്ട് പോകുമ്പോ ഇബ്ലീസ് വന്നിട്ട് കയറി തടഞ്ഞു. ഇബ്ലീസിനും കൊടുത്തു 4 എണ്ണം അടുത്ത് ഫണയിട്ടളഞ്ഞു. ഇബ്ലീസ് മരം മുറിക്കാതിരിക്കാൻ വേണ്ടി തടഞ്ഞപ്പോ ഇബ്ലീസിനെ തല്ലി. ആര് തോറ്റു? ഇബ്ലീസ് തോറ്റുപോയി. ഇബ്ലീസ് തോറ്റു. ആ മനുഷ്യൻ തിരിച്ചു വന്നു. രണ്ടാമതും മരം മുറിക്കാൻ പോയി. അപ്പോഴും ഇബ്ലീസ് കയറി തടഞ്ഞു. ഇബ്ലീസിനെ എടുത്ത് തറയിലടിച്ചു. രണ്ടാമത് ഇബ്ലീസ് തോറ്റു. മൂന്നാമതും മരം മുറിക്കാൻ പോയി. അപ്പോഴും ഇബ്ലീസ് തടഞ്ഞു. ഇബ്ലീസിനെ എടുത്ത് തറയിലടിച്ചു. 3 പ്രാവശ്യവും ഇബ്ലീസ് തോറ്റുപോയി. അപ്പൊ ആ മനുഷ്യനോട് ഇബ്ലീസ് പറഞ്ഞു കൊടുത്തു, ഈ മരം മുറിക്കാതിരിക്കുവാണെങ്കിൽ എല്ലാ ദിവസവും സുബഹി നിസ്കാരം കഴിയുമ്പോ നിന്റെ തലകണയുടെ അടിയിൽ ഞാനൊരു സ്വർണ്ണ നാണയം കൊണ്ടുവച്ചേരാം. എന്ത് പറഞ്ഞു? ഈ മരം മുറിക്കാതിരുന്നാൽ എല്ലാ ദിവസവും ഞാൻ നിനക്ക് രാവിലെ ഒരു സ്വർണ്ണ നാണയം തരും. മനുഷ്യൻ സമ്മതിച്ചു. വീട്ടിലേക്ക് കടന്നു വന്നു. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോ ഒരു സ്വർണ്ണ നാണയം കിട്ടി. രണ്ടാമത്തെ ദിവസം നോക്കുമ്പോൾ അപ്പോഴും ഒരു സ്വർണ്ണ നാണയം കിട്ടി. മൂന്നാമത്തെ ദിവസം നോക്കുമ്പോൾ സ്വർണ്ണ നാണയം കാണുന്നില്ല. ഉടനെ കോടാലി എടുത്തിട്ട് മരം വെട്ടാൻ പോയി. മൂന്നാമത്തെ ദിവസം സ്വർണ്ണ നാണയം കിട്ടാതെ വന്നപ്പോ ആ മനുഷ്യൻ കോടാലിയും എടുത്തുകൊണ്ട് മരം വെട്ടാൻ പോയി. ഉടനെ ശൈത്താൻ ഇങ്ങോട്ട് വന്നു. ഈ മനുഷ്യൻ ശൈത്താനുമായിട്ട് യുദ്ധം തുടങ്ങി. ഈ മനുഷ്യനെ ശൈത്താൻ തലകീഴായിട്ട് എടുത്ത് ഒറ്റയടി. ഇവൻ തോറ്റുപോയി. ആ സമയത്ത് ഈ മനുഷ്യൻ ചോദിച്ചു, ഞാൻ എന്തേ തോറ്റത്? അപ്പൊ ഇബ്ലീസ് പറഞ്ഞു കൊടുത്തു, എടാ, നീ 3 പ്രാവശ്യം മരം മുറിക്കാൻ വന്നത് അള്ളാഹുവിന്റെ തൃപ്തി കാംക്ഷിച്ചിട്ട. ഇപ്പം വന്നത് പൈസ കിട്ടാത്തതിന്റെ ദേഷ്യത്തില. എന്റെ പ്രിയമുള്ളവർ, ഇതിൽ ചിന്തിക്കാൻ നമുക്ക് ഒരുപാടുണ്ട്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് അതുകൊണ്ട് പറയുകയാ, മോനെ, അള്ളാഹുവിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുമ്പോ നിനക്ക് വേണ്ട ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുവോ? ഇഖ്ലാസാണ് മോനെ. ഇഖ്ലാസോടുകൂടി ആത്മാർത്ഥമായിട്ട് പടച്ച റബ്ബിന്റെ മുന്നിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും അംഗീകരിച്ചിട്ട്, അല്ലാഹുവേ, ഞാൻ പാപം ചെയ്തു തമ്പുരാന്, അതാ സർവ്വതും നീ ഏറ്റു പറഞ്ഞിട്ട് വേണം ദുആ ചെയ്യാൻ. അങ്ങനെ ദുആ ചെയ്താലേ അല്ലാഹു നിന്റെ ദുആ സ്വീകരിക്കൂ. അങ്ങനെ ദുആ ചെയ്തപ്പോഴാണ് 313 സ്വഹാബത്ത് ബദറിന്റെ രണാങ്കണത്തിലേക്ക് കടന്നു ചെന്നിട്ട് ആയിരക്കണക്കിന് വരുന്ന ശത്രുക്കളെ തകർത്ത് തരിപ്പണമാക്കിയത്. ഒരു പിടിച്ച വാളുമായി, ഒടിഞ്ഞ വാളുമായി, അതാ വയറിന്റെ അകത്തൊന്നുമില്ലാതെ പട്ടിണിയോടുകൂടി 313 ബദരീകളായ സ്വഹാബത്തുണ്ടല്ലോ. അതാ ബദറിന്റെ രണാങ്കണത്തിലേക്ക് കടന്നു ചെന്നപ്പോ അല്ലാഹുവേ, ആകാശ ലോകത്തു നിന്ന് മലക്കുകൾ അല്ലാഹു ഇറക്കിയിട്ടവരെ സഹായിച്ചത് അവർക്ക് ഇഖ്ലാസ് ഉള്ളത് കൊണ്ടായിരുന്നു. മഹാനായ അലിയാരി തങ്ങൾ പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ പ്രവാചകനെ സുജൂദിൽ കിടന്നിട്ട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ.
അല്ലാഹുവേ ഇന്ന് കൈയൊടിഞ്ഞ സർവ്വതും പോയി തമ്പുരാന് ഈ 313 സ്വഹാബാക്കൾ എന്നെങ്ങാണം പരാജയപ്പെട്ടു പോയാ നിന്റെ ദീനീ ലോകത്തിന്റെ തമ്പുരാന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ അവരുടെ ഇഖ്ലാസോട് കൂടിയുള്ള ദുആ കൊണ്ടാണ് റബ്ബ് അവരുടെ അതാ അവിടെ നിന്ന് വിജയം കൊടുത്തതെന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ 60 വയസ്സുള്ള അംർ ഇബ്നുൽ ജമൂഹ് എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട സ്വഹാബിയുണ്ട്. അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു തആല അൻഹു മുടന്തുള്ളതാ, ഒരു കാലിൽ മുടന്താണ്. 60 വയസ്സ് പ്രായമായി. അതാ തന്റെ പ്രിയപ്പെട്ട മക്കളോട് പറയുന്നു, എനിക്ക് യുദ്ധത്തിന് പോകണം, എനിക്ക് യുദ്ധത്തിന് പോയിട്ട് ശഹീദാകണം. അല്ലാഹുവേ, അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു തആല അൻഹു പറയുമ്പോ 60 വയസ്സുള്ള വാപ്പയാണ് പറയുന്നത്, എനിക്ക് യുദ്ധക്കളത്തിലേക്ക് കടന്നുപോയി ശഹീദാകണം. മക്കള് പറഞ്ഞു, വാപ്പാ നിങ്ങൾക്ക് കാലിന് മുടന്തുണ്ടല്ലോ, നിങ്ങളുടെ കാലിന് മുടന്തുണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾ യുദ്ധത്തിന് പോകണമെന്നില്ല. മക്കള് വാപ്പയ്ക്ക് സമ്മതം കൊടുക്കാതെ വന്നപ്പോ ഇതാ ഹദ്റത്ത് റസൂലുള്ളാഹ് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലുകയാ. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്റെ കാലിൽ മുടന്തുള്ളതിന്റെ പേരില് എന്റെ മക്കൾ എന്നെ യുദ്ധത്തിന് പോകാൻ അനുവദിക്കുന്നില്ല നബിയേ, അതുകൊണ്ട് എനിക്ക് യുദ്ധത്തിന് പോകാൻ അവസരം തരണം. 60 വയസ്സുള്ള വാപ്പാ, നേരെ ചൊവ്വ നടക്കാൻ കഴിയാത്ത വാപ്പാ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് നിന്നിട്ട് അനുവാദത്തിന് വേണ്ടി കിടന്ന് യാചിക്കുകയാ. മോനെ കറങ്ങാൻ പോകാനല്ല, ഗൾഫിൽ പോകാനല്ലോ, ന്യൂഇയർ ആഘോഷിക്കാനല്ലോ, ക്രിസ്മസ് ആഘോഷിക്കാനല്ലോ, രണാങ്കണത്തിലേക്ക് കടന്നു ചെന്നിട്ട് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പോരാടിയിട്ട് വീരവൃത്തം ധരിച്ചിട്ട് പടച്ചറപ്പിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിലേക്ക് പച്ചപ്പറവയെ പോലെ പറന്നു പോകാറുള്ള കൊടി കൊണ്ട് 70 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാറുള്ള മോഹം കൊണ്ട് ഒന്നാമത്തെ തുള്ളി രക്തം ഭൂമിയിൽ വീഴുമ്പോഴേ ചെയ്തു പോയ പാപങ്ങൾ മുഴുവൻ കഴുകിക്കളയുകയോ. നാളെ കബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോ രക്തമൊലിപ്പിച്ചുകൊണ്ട് പടച്ചറപ്പിന്റെ കോടതിയിലേക്ക് കടന്നു വരുമ്പോ അല്ലാഹു ചോദിക്കുന്നു, നിനക്ക് ഞാൻ തന്ന ആയുസെന്തിനു വേണ്ടി ചിലവഴിച്ചു എന്ന് ചോദിക്കുമ്പോ അല്ലാഹുവേ, എന്റെ കുടുംബം നിനക്ക് വേണ്ടി തന്നു തമ്പുരാന്, എന്റെ കൈ കൊടുത്ത് പടച്ചവര്, എന്റെ കാല് കൊടുത്ത് പടച്ചവര്, എന്റെ ജീവിതം കൊടുത്ത് പടച്ചവര് എന്ന് പറയാനുള്ള കൊടി കൊണ്ടാണ് നബിയേ. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ നിന്ന് ചോദിക്കുമ്പോ റസൂലുള്ളാഹി അനുവാദം കൊടുക്കുകയാ. യുദ്ധത്തിന് കടന്നു പോകാൻ 60 വയസ്സുള്ള അംർ ഇബ്നു ജമൂഹ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ അനുവാദം കൊടുക്കുകയാ. യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിച്ചെന്നു, യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. ഉഹദിന്റെ രണാങ്കണത്തിൽ നിന്നിട്ട് 60 വയസ്സുള്ള വാപ്പ ഒരേ ഒരു പ്രാവശ്യം തന്റെ ഇരുകരങ്ങൾ ഉയർത്തുകയാ. അല്ലാഹുവിന്റെ ദർബാറിലേക്ക് തന്റെ ഇരുകരങ്ങൾ ഉയർത്തിയിട്ട് 60 വയസ്സുള്ള അംർ ഇബ്നു ജമൂഹ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിനോട് ദുആ ചെയ്തതെന്തെന്നറിയുമോ? അല്ലാഹുമ്മ ർസുഖ്നി ഷഹാദ, അല്ലാഹുവേ എനിക്ക് ഇവിടെ കിടന്ന് മരിക്കണമല്ല, എന്നെ വീട്ടിലേക്ക് മടക്കല്ലേ അല്ല, എന്നെ വീട്ടിലേക്ക് മടക്കല്ലേ അല്ല, എന്റെ മയ്യത്ത് വേണം ഇവിടുന്ന് കൊണ്ടിറങ്ങാ. എന്നെ ഇനി ആരുടെ മണ്ണിന്റെ അകത്താണ് കൊണ്ടുവെക്കേണ്ടത്? ഒരേ ഒരു വാക്കേ പറഞ്ഞുള്ളൂ, ഇഖ്ലാസോടുകൂടി അല്ലാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ആരണാങ്കണത്തിൽ നിന്നിട്ട് ഒരേ ഒരു വാക്ക് പറഞ്ഞു, അല്ലാഹുമ്മ ർസുഖ്നി ഷഹാദ, എനിക്ക് നീ ശഹീദാവാൻ ഭാഗ്യം തരണേ അല്ലാ. ഇറങ്ങിപ്പോയടാ, യഥാ ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് കടന്നുപോയി. അവിടുത്തെ ജനാസയാ കൊണ്ടുവന്നത്. എന്റെ മോനെ, ഇഖ്ലാസോടുകൂടിയുള്ള ഒരു വാക്ക് മതിയടോ. രണാങ്കണത്തിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പ് അതാ ഇന്ന് ന്യൂഇയർ ആഘോഷിക്കാ കൂട്ടുകാരൻ നിന്നെ വിളിച്ചല്ലോ, കൂടെ പോയവരുണ്ടല്ലോ. എന്റെ ചെറുപ്പക്കാരാ, കൂട്ടുകാരാരെന്നറിയുവോ? സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന കൂട്ടുകാരാണ് വേണ്ടത്.
ചിലപ്പോൾ ഈ പാട് കിടന്നിട്ട് കറങ്ങാ പോകാൻ തീരുമാനിച്ചവരുണ്ട്. പോകല്ലേ ചെറുപ്പക്കാരാ, യഥാർത്ഥ കൂട്ടുകാരനാരെന്നറിയുമോ? അതാവുന്നതിന്റെ രണാങ്കണത്തിൽ യുദ്ധം നടക്കുന്നതിന്റെ തലേ ദിവസമുണ്ടല്ലോ, അതാ ഒരു കൂട്ടുകാരൻ പാതിരാത്രി വീട്ടിലേക്ക് കടന്നു വരികയോ, ഒരു കൂട്ടുകാരനെ തിരഞ്ഞിട്ട് പാതിരാത്രി വീട്ടിൽ വന്നിട്ട് വിളിച്ചിറക്കുന്ന എന്റെ കൂടെയൊന്ന് വരുവോ, എന്റെ കൂടെയൊന്ന് വരുവോ? കള്ളു കുടിക്കാനല്ല, സിനിമയ്ക്ക് പോകാനല്ല, വ്യഭിചരിക്കാനല്ലോ, വൃത്തികേടുകൾ ചെയ്യാനല്ലോ. പാതിരാത്രി തന്റെ കൂട്ടുകാരനെ വിളിച്ചിറക്കിയിട്ട് പറയുന്ന ഉതവെടുക്ക, അവിടെ നിന്ന് ഉതവെടുത്തു. എന്നിട്ട് രണ്ടുപേരും കൂടെ 2 റക്അത്ത് നിസ്കരിക്കുകയാ. നമസ്കാരം കഴിഞ്ഞിട്ട് തന്റെ ആത്മാർത്ഥ സുഹൃത്തിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, ഞാൻ ദുആ ചെയ്യാ പോകുകയാ, എന്നോട് സ്നേഹമുണ്ടെങ്കിൽ നീ ആമീൻ പറയണേ. എന്നിട്ട് ഉറപ്പേ നിസ്കാരം കഴിഞ്ഞിട്ട് കൂട്ടുകാരനെ പുറകിലിരുത്തിയിട്ട് അവിടെ നിന്ന് ദുആ ചെയ്യുന്നു, അല്ലാഹ് നാളെ മുഹദിന്റെ രണാങ്കണത്തിലേക്ക് പോകുകയാണ് ഉറപ്പേ. എന്നെക്കാളും ആരോഗ്യമുള്ള ഒരു നല്ല എതിരാളിയെ എനിക്ക് തരണേ അല്ലാഹ്. അവൻ എന്റെ കൈ വെട്ടി മുറിക്കണേ അല്ലാഹ്, അവൻ എന്റെ കാല് വെട്ടി മുറിക്കണേ അല്ലാഹ്, അവൻ എന്റെ ചെവി മുറിച്ചെടുക്കണേ അല്ലാഹ്. എന്റെ ശരീരത്തിന്റെ ഭാഗങ്ങൾ മുഴുവനും അവന് തുണ്ടം തുണ്ടമായി വെട്ടി മുറിക്കണേ അല്ലാഹ്. അവനൊന്ന് ദുആ ചെയ്യുമ്പോ കൂട്ടുകാരൻ ആമീൻ പറയാൻ കഴിയുന്നില്ല. കയ്യിൽ പിടിച്ചിട്ട് പറയുന്ന പറ കൂട്ടുകാരാ ആമീൻ, എനിക്ക് വേണ്ടിയൊന്ന് ആമീൻ പറയുമോ? അവസാന പാതിരാത്രി കൊണ്ട് കൂട്ടുകാരിൽ ദുആ ചെയ്ത് ആമീൻ പറഞ്ഞു. ഒരേ ദിവസം യുദ്ധം കഴിഞ്ഞു കൂട്ടുകാരനെ തെരഞ്ഞു ഓടുമ്പോ അല്ലാഹുവേ ശരീരം മുഴുവനും വെട്ടിമുറിച്ചിട്ട് രണാങ്കണത്തിൽ കിടക്കുകയാണ്. അതാ രണാങ്കണത്തിൽ കിടക്കുകയാ. അടുത്തേക്ക് ഓടിച്ചെന്നു അവിടെ നിന്ന് തലയെടുത്ത് മടിയിൽ വെച്ച് എന്നിട്ട് പറയുകയാ, അല്ലാഹു എന്റെ ദുആ സ്വീകരിച്ചല്ലോ, എല്ലാത്തിനും നീ സാക്ഷിയാ. അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ ഇഖ്ലാസില്ലാത്ത ദുആ അല്ലാഹുവിന് വേണ്ട, ഇഖ്ലാസില്ലാത്ത ദുആ അല്ലാഹുവിക്ക് വേണ്ട. ഇഖ്ലാസില്ലാത്തത് കൊണ്ടാണ് ലോകത്ത് എത്ര വലിയ പാപം ചെയ്താലും അല്ലാഹു പുറത്തു കൊടുക്കുന്നവനാണല്ലോ, അല്ലാഹു കരുണയുള്ളവനാണല്ലോ, അല്ലാഹു ദയാലുവാണല്ലോ. ഇബ്ലീസിന് മാത്രം അല്ലാഹു പുറത്തു കൊടുക്കാത്തത്. എത്ര വലിയ പാപം ചെയ്താലും അല്ലാഹു പുറത്തു തരുമെന്ന് ഖുർആൻ പറയുന്നു. ഇബ്ലീസിന് അല്ലാഹു പുറത്തു കൊടുക്കാത്തതിന്റെ കാരണം എന്താ? മോനെ, ഇബ്ലീസ് തെറ്റ് ചെയ്തെന്ന് ഇന്ന് വരെ അംഗീകരിച്ചിട്ടില്ല. അവനെ തെറ്റ് ചെയ്തു എന്നവൻ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് നീ അങ്ങനെയാകല്ലേ, നീ അങ്ങനെയാകല്ലേ. ഇഖ്ലാസോടുകൂടി ദുആ ചെയ്താല് ഒരു മനുഷ്യന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ രണ്ടാമത്തെ കാര്യമെന്ത്? ഒരു മനുഷ്യന്റെ തൗബ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ രണ്ടാമത്തെ കാര്യമെന്താ? ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. മോനെ, രണ്ടാമത്തെ കാര്യമെന്നറിയുമോ? ഇസ്തിഗ്ഫാർ പറയണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇസ്തിഗ്ഫാർ പറയണേ. അസ്തഗ്ഫിറുല്ലാഹല്ലദീ. ഇതൊരു തൗബയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. ഒരു മനുഷ്യന്റെ തൗബ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ ഒന്ന് ഇഖ്ലാസോടുകൂടി ദുആ ചെയ്യണം. നമുക്കില്ലാത്തത് തന്നെ. എടാ, എത്ര പാപം ചെയ്താലും അല്ലാഹ് പുറത്തിരുന്ന് അല്ലാഹ് എന്നെ പറഞ്ഞു. ശൈത്താൻ എന്റെ പുറത്ത് കൊടുക്കാത്ത, ശൈത്താന് മാത്രം എന്റെ പുറത്ത് കൊടുക്കാത്ത. അവൻ തെറ്റ് ചെയ്തെന്ന് അംഗീകരിക്കണില്ല. അതുകൊണ്ട് അവൻ തെറ്റ് ചെയ്തെന്ന് ഇന്നുവരെ അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് അല്ലാഹ് അവനെ പുറത്തു കൊടുക്കാത്ത. എന്റെ പ്രിയപ്പെട്ടവരെ, ഇഖ്ലാസ് ഉണ്ടാകണം. 2, അസ്തഗ്ഫിറുല്ലാഹ്. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നത് ഒരു തൗബയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ.